ജഗരുകളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഒരു കാലത്ത് നമ്മളെ നിർഭാഗ്യ ടീം എന്ന് വിശേഷണം ചാർത്തിയിരുന്ന ഒരു ടീമാണ് നമ്മുടെ സൗത്ത് ആഫ്രിക്ക. മിക്ക കളികളിലും മഴ ദൈവങ്ങൾ ഇവരെ തുണയ്ക്കാതിരുന്നിട്ടുണ്ട്. സോ ഇവർക്ക് എതിരെ വരുന്ന ടീമിനെ ആയിരിക്കും തുണയ്ക്കുക. അപ്പോൾ മിക്കപ്പോഴും വേൾഡ് കപ്പ് കിട്ടാതെ കരഞ്ഞുകൊണ്ട് മടങ്ങുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിൻ്റെ പുതിയ കരാറുകളും പിന്നെ നമ്മുടെ പ്രമുഖരുടെയൊക്കെ പടിയിറക്കത്തിനെയും കുറിച്ചാണ് ഈ ഒരു വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ് പ്ലീസ്. പിന്നെ എൻ്റെ മുഖത്ത് കാണുന്ന ഈ കുത്ത് ചിക്കൻ ബോക്സിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. അപ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ പോവും, അതുവരെ ഉണ്ടാവും. ദയവായി സഹകരിക്കണം. അപ്പോൾ ഇനി വരാനിരിക്കുന്ന സീസണിലേക്കുള്ള കരാർ ലഭിച്ച കളിക്കാരുടെ പുതുക്കിയ പട്ടിക ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്ക ഈ അടുത്തിടെയാണ് പുറത്തുവിട്ടത്. അപ്പോൾ പ്രമുഖ താരങ്ങളുടെ കാര്യത്തിലടക്കം വലിയ മാറ്റങ്ങളാണ് ഇത്തവണ സൗത്ത് ആഫ്രിക്ക വരുത്തിയിരിക്കുന്നത്. കളിക്കളത്തിലെ സാന്നിധ്യം കുറഞ്ഞതും വിട്ടുമാറാത്ത പരിക്കുകളുമായിട്ടുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ജെറാൾ ഗോഡ്സി, നാന്ദ്രെ ബർഗർ തുടങ്ങിയ പ്രമുഖ താരങ്ങളെ കരാറിൽ നിന്ന് ഒഴിവാക്കിയത്. ബർഗറൊക്കെ ഒഴിവാക്കിയിരുന്നവരെ സമ്മതിക്കണം കേട്ടോ, നല്ലൊരു പ്ലെയറാണ്. സീനിയർ താരങ്ങളായ ഡേവിഡ് മില്ലർ, പിന്നെ റാസി വാൻ ഡെർഡസൺ എന്നിവരും പട്ടികയിൽ നിന്ന് പുറത്തായി. പിന്നെയുള്ളത് ഡെവാൾഡ് ബ്രീവ്സിനെ പോലെയുള്ള യുവപ്രതിഭകളെ ടീമിലേക്ക് ഉൾപ്പെടുത്താനുണ്ടായത്. പുരുഷ ടീമിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും വനിതാ ദേശീയ ടീമിൽ ചെറിയ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 2027 ലോകകപ്പിന് മുന്നോടിയായിട്ട് ടീമിന് കൂടുതൽ കരുത്ത് പകരുന്നതിനായിട്ടും ദേശീയമായിട്ട് പ്രാധാന്യമുള്ള കളിക്കാരെ, അതായത് ഈ പ്ലെയർ ഓഫ് നേഷൻ ഇൻട്രസ്റ്റ് എന്ന് പറയും, അപ്പോൾ ആ ഒരു എന്ന നിലയിൽ ഒരു പ്രത്യേക വിഭാഗത്തേനെ ഈ ബോർഡ് വളർത്തിയെടുക്കുന്നുണ്ട്. അവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കുറച്ചുപേരെ. അപ്പോൾ വരാനിരിക്കുന്ന തിരക്കേറിയ അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് മുന്നോടിയായിട്ട് കായികക്ഷമതയ്ക്കും ഭാവി അതായത് ഫ്യൂച്ചറിലേക്കാണ് അവർ കണ്ണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഭാവി വികസനത്തിനുമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ദക്ഷിണാഫ്രിക്ക മുൻഗണന നൽകുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.